Hi students, നമ്മളിന്ന് ഫിസിക്സിലെ +1 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിലെ തന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ +1 ഇതിന് മുൻപത്തെ വീഡിയോകളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ചാപ്റ്റർ നമ്മളങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. ചാപ്റ്ററുകൾ ഓരോന്നായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഒരു 14 നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെഷൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതൊരു ചാപ്റ്ററാണ്. അത് ചാപ്റ്ററായിട്ട് കൂട്ടേണ്ട നമുക്ക്. അപ്പോൾ ഇനി ഉള്ള ചാപ്റ്ററുകളാണ് ശരിക്കും നമുക്കതിൽ കണ്ടന്റ് വൈസ് പഠിക്കാനുള്ളതും ഡിസ്കസ് ചെയ്യാനുള്ളതും പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളതൊക്കെ ഈ വരുന്ന നമ്മളുടെ ചാപ്റ്ററിലാണ്. അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം? അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പോൾ ഫിസിക്സിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള സബ്ജക്റ്റുകളിൽ ഇല്ല എന്ന് ഞാൻ പറയില്ല, ഫിസിക്സിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചാപ്റ്റർ എടുത്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഫിസിക്സ് ഈസ് ദ സയൻസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയാം. ഫിസിക്സിന് അളവുകളുടെ ശാസ്ത്രമാണ് ഫിസിക്സ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ക്വാണ്ടിറ്റികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് അളവുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളല്ല, കുറേ അളവുകളുണ്ട്. ഇപ്പോൾ പ്രകാശ തീവ്രത, അല്ലെങ്കിൽ ഒരു ഒരു ബസ്സിൻ്റെ വേഗത, അല്ലെങ്കിൽ ഒരാൾക്ക് ഉയർത്താൻ കഴിയുന്ന ഭാരത്തിൻ്റെ അളവ്. ഓക്കെ, ഇതൊക്കെ അളവുകളാണ്. ഇവരൊക്കെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കപ്പോൾ ഡയറക്റ്റ് തന്നെ നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ ഞാനൊന്നും അധികം പറയുന്നില്ല. എന്തൊക്കെയാണ് അതിനകത്തുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഒരു പ്രത്യേക അളവാണ് അളന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ചിലപ്പോൾ ചില ക്വാണ്ടിറ്റികൾ കണ്ടു കഴിഞ്ഞാൽ, ചില അളവുകൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ 100 സെൻറ്റിമീറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വസ്തുവിൻ്റെ നീളം അളന്നിരിക്കുന്നതാണ്, ലെങ്ത് അളന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? 100 സെൻറ്റിമീറ്റർ. 10 കിലോഗ്രാം എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത് ഒരു വസ്തുവിൻ്റെ ഭാരം അളന്നേക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഈ നമ്മൾക്കിപ്പോൾ നമ്മൾ ഓൾറെഡി അത് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ? ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിനൊന്ന് കീറി മുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് പറയാൻ പോകണം. അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫിസിക്സ് ആയതുകൊണ്ട് നമ്മൾ ഇതിലുള്ള ക്വാണ്ടിറ്റികൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കും. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഞാൻ സ്ക്രീനിൽ എടുക്കുന്ന ഡെഫിനിഷനിലേക്ക് പോകുന്നതിനേക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്വാണ്ടിറ്റീസ് ദറ്റ് ക്യാൻ ബി മെഷേർഡ്. മെഷർ ചെയ്യാൻ പറ്റാവുന്ന ക്വാണ്ടിറ്റികളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റികളൊന്നും നമ്മളിപ്പോൾ തൽക്കാലം ഫിസിക്സിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാറില്ല. മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. മെഷർ ചെയ്യാൻ പറ്റാവുന്ന ക്വാണ്ടിറ്റികളാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ. മെഷർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കിട്ടില്ലേ? ഇപ്പോൾ നമുക്ക് ഒരാളോടുള്ള സ്നേഹം അളക്കാൻ പറ്റില്ല, ലവ് അളക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ദ ക്വാണ്ടിറ്റീസ് ദറ്റ് ക്യാൻ ബി മെഷേർഡ്. അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. സ്ക്രീനിൽ എടുക്കുന്ന ഡെഫിനിഷൻ വായിക്കുകയാണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഓർ എ സിസ്റ്റം ദറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ബൈ മെഷർമെൻറ്റ്. നേരത്തെ പറഞ്ഞ അതേ സിമ്പിൾ ഡെഫിനിഷൻ തന്നെയാണ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതെന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. എന്താ ക്വാണ്ടിഫൈഡ്? ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ബൈ മെഷർമെൻറ്റ്. അളവുകളാൽ തിട്ടപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ക്വാണ്ടിഫൈഡ് ബൈ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൻ്റെയോ ഒരു മെറ്റീരിയലിൻ്റെയോ പ്രോപ്പർട്ടിനെയാണ് എന്ത് വിളിക്കുക? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞാൽ മതി, ക്വാണ്ടിറ്റി ദറ്റ് ക്യാൻ ബി മെഷേർഡ്. അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് 2 ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒബ്വിയസ്ലി ഒരു ഭാഗം, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ 100 സെൻറ്റിമീറ്റർ 10 കിലോഗ്രാം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ 10 എന്ന് ആ വസ്തുവിൻ്റെ ഭാരം എത്രയുണ്ട് 10 എന്ന് നമ്മൾ പറയില്ലേ? 10 കിലോഗ്രാം, 10 ഗ്രാം, 10 മില്ലിഗ്രാം.
അല്ലേ? അങ്ങനെയല്ലേ പറയല്ലോ, 10 ടൺ അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അപ്പം അറിയാതെ തന്നെ നമ്മൾ അതിൽ രണ്ടാൾക്കാരെ ചേർത്ത് പിടിച്ചേക്കാണ്. ആ ഒരു അളക്കുന്ന ആ ഒരു പ്രോസസ്സിൽ രണ്ടാൾക്കാരെ ചേർത്ത് പിടിച്ചേക്കാണ്. അതിലൊരു ഭാഗം നമ്പറാണ് അല്ലേ, ഒരു ഭാഗം അത് എന്ത് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ എന്ന് വിളിക്കും. അടുത്ത ഭാഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയും, യൂണിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ മെഷർമെൻറ്റിൽ 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം എന്താണ് ന്യൂമറിക്കൽ വാല്യൂ, അടുത്ത ഭാഗം എന്താണ് അതിൻ്റെ യൂണിറ്റ്. ഈ രണ്ടാളുകളും കൂടി ചേർന്നിട്ടാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് എന്നുള്ള നടക്കുന്ന പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ എന്താണ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയണ്ടേ. മെഷർമെൻറ്റ് എന്താണെന്ന് അറിയണ്ടേ? എന്താ മെഷർമെൻറ്റ്? ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിച്ചു അല്ലേ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിച്ചു. അപ്പോൾ എന്താണ് മെഷർമെൻറ്റ്? മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് അനലൈസേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എത്ര ഉള്ളൂ, ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് അനലൈസേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് എന്ന് വിളിക്കുക മെഷർമെൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുന്ന 2 ഭാഗങ്ങൾ, എന്താണ് മെഷർമെൻറ്റ്. അതിനിടയിൽ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ആസ് n കിലോഗ്രാം. n എന്ന് പറയുന്നതാണ് ന്യൂമറിക്കൽ പാർട്ട്, കിലോഗ്രാം എന്ന് പറയുന്നതാണ് അതിൻ്റെ യൂണിറ്റ് പാർട്ട്. യൂണിറ്റ് പാർട്ട് എന്ന് പറയുന്നത് അതാണ് യൂണിറ്റ്. അപ്പോൾ എന്താണ് യൂണിറ്റ്? അതൊന്നും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല കേട്ടോ. യൂണിറ്റ് എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റെഫറൻസസ് ഇൻ എ മെഷറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മെഷറിംഗ് പ്രോസസ്സ്. മെഷറിംഗ് പ്രോസസ്സിലെ സ്റ്റാൻഡേർഡ് റെഫറൻസുകളെയാണ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. എന്താ സ്റ്റാൻഡേർഡ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് താരതമ്യപ്പെടുത്തി കാണണമല്ലോ, കമ്പയർ ചെയ്ത് കാണണമല്ലോ. ഇപ്പം 100 ഒരു വസ്തുവിൻ്റെ എന്തോ മെഷർ ചെയ്ത് 100, അതെന്താ മെഷർ ചെയ്തേക്കണം അറിയില്ലേ. അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റാൻഡേർഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന 2 ഭാഗങ്ങൾ എന്തൊക്കെയാണ്? മെഷർമെൻറ്റ്, സ്ലൈഡിൽ ഇല്ലാത്ത ഭാഗമാണ് മെഷർമെൻറ്റ്. എന്താണ് ഡെഫിനിഷൻ എഴുതിയിരിക്കുക? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനലൈസേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. 4ാമത് പറഞ്ഞ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. യൂണിറ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് റെഫറൻസിൻ്റെ മെഷർമെൻറ്റ്. സ്റ്റാൻഡേർഡ് റെഫറൻസിൻ്റെ മെഷർമെൻ്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ യൂണിറ്റ്. 4 കാര്യങ്ങൾ. നമ്മളിതിൻ്റെ ഡയറക്റ്റ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ കാര്യങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത സ്ലൈഡിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നമ്മൾ 2 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യും. മെയിനായിട്ട് നമ്മൾ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യണം. നമ്മളിപ്പോൾ സ്ക്രീനിൽ 3 എണ്ണം ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിൻ ക്ലാസിഫിക്കേഷൻ 2 എണ്ണമാണ്, ഇതിൽ നമ്മൾ 3 എണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്ന ആൾ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും, ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. രണ്ടാമത്തെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. മൂന്നാമത്തെ നമുക്കൊരു സ്പെഷ്യലാണ് സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫണ്ടമെൻ്റൽ, ഡിറൈവ്ഡ് ആൻഡ് സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റികളാലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുക. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് കനോട്ട് ബി ഡിറൈവ്ഡ് ഫ്രം എനി അതർ ക്വാണ്ടിറ്റീസ്. മറ്റുള്ള ക്വാണ്ടിറ്റികളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഉത്ഭവിപ്പിക്കാൻ പറ്റാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ quantities that cannot be derived from any other physical quantities. മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളിൽ നിന്നും ഒന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റികളാണ് ഫണ്ടമെൻ്റൽ, അടിസ്ഥാന അളവുകൾ. ഓക്കെ, മലയാളം പറയുന്നത്. അടുത്തത് ഡിറൈവ്ഡ് ആണ്. അപ്പോൾ ഡിറൈവ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേര് മനസ്സിലാവും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. That cannot be derived from any other quantity ആണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ക്ലിയർ അല്ലേ? സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിക്ക് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ പഠിക്കേണ്ടതില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദേ ആർ നോട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അവർ ശരിക്കും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റികളിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് പേരല്ല സപ്ലിമെൻ്ററി. അവർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്താൻ കാരണമുണ്ട്, ഒരളക്കാൻ പറ്റും. പക്ഷെ ഇവർ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് പ്രത്യേകിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് യൂണിറ്റുകളൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിന് ന്യൂമറിക്കൽ പാർട്ടും ഒരു യൂണിറ്റ് പാർട്ടും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു യൂണിറ്റ് നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു യൂണിറ്റ് കൊടുക്കണം. അപ്പോൾ ആക്ച്വലി ദേ ഹാവ് നോ യൂണിറ്റ്. പക്ഷെ നമ്മൾ അവർക്ക് ഒരു യൂണിറ്റ് ചാർത്തി കൊടുക്കുകയാണ്.
അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്വാണ്ടിറ്റി ദറ്റ് കനോട്ട് ബി ഡിറൈവ്ഡ് ഫ്രം എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്വാണ്ടിറ്റി ദറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദേ ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ദേ ഹാവ് നോ യൂണിറ്റ് ബട്ട് വി എക്സ്പ്രസ് ദം വിത്ത് എ യൂണിറ്റ്. ഓക്കെ, അവർക്ക് യൂണിറ്റ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അവരെ ഒരു യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് 3 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് ആ ഫണ്ടമെൻ്റൽ ഡിറൈവ്ഡ് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത എണ്ണം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, സപ്ലിമെൻ്ററിയും ഒരു ലിമിറ്റഡ് നമ്പർ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ എണ്ണത്തിനും നമ്പറിനൊന്നും ഒരു ലിമിറ്റ് ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരെ ഏതൊക്കെയാണെന്ന് നോക്കാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ. അപ്പോൾ അടുത്ത ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അവരുടെ യൂണിറ്റ്, അവരുടെ സിമ്പലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഫസ്റ്റ് ടേബിളിലെ ഫസ്റ്റ് കോളം അവിടെ നോക്കിയാൽ മതി. എന്തൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്നൊക്കെ പറയാം. ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട് തന്നെ പറയണം, ഇലക്ട്രിക് കറണ്ട്. പിന്നെന്താ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഞാനിപ്പോൾ അതിലുള്ള ഓർഡറല്ല പറഞ്ഞേക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓൾ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇവരൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണുള്ളത്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്? മനസ്സിലാവും. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അവരൊക്കെ യൂണിറ്റ് അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂണിറ്റിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റുകൾ പലതരത്തിൽ തന്നെ ഈ ക്വാണ്ടിറ്റികളെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ യൂണിറ്റുകൾക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്നാലും ടേബിളിലുള്ള നിലയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അതിൻ്റെ നൊട്ടേഷൻ സിമ്പൽ എം ആണ്, സ്മോൾ ലെറ്റർ എം. മാസിൻ്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. അത് നമ്മൾ റെപ്രസെൻ്റ് സ്മോൾ ലെറ്റർ കെ ജി. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്, സ്മോൾ ലെറ്റർ എസ്. ടെമ്പറേച്ചർ യൂണിറ്റ് എന്താണ്? കെൽവിൻ, ക്യാപിറ്റൽ കെ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് എന്താണ്? ആംബിയർ, ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില, സി ഡി, സ്മോൾ ലെറ്റർ സി ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് യൂണിറ്റ് എന്താണ്? മോൾ. അത് മോളിൽ തന്നെയാണ് റെപ്രസെൻറ്റ്, MOL മാത്രമേ ഉള്ളൂ. ഇതാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ, അവരുടെ യൂണിറ്റ്, അവരുടെ സിമ്പിൾ. ഇനി അടുത്ത ടേബിളിൽ എന്താ കാണുന്നത്? അടുത്ത ടേബിളിൽ കാണുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണേ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നിന്നാണ് അല്ലേ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണ് അതൊക്കെ. വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, ഏരിയ, വോള്യം, ഡെൻസിറ്റി, പ്രഷർ, വർക്ക്, പവർ, സ്പീഡ്, മൊമെൻറ്റം, എനർജി, ഇതൊക്കെ എന്താണ് നമ്മൾ ഈ പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണ്. കുറേ പറയാം, നമുക്ക് ഒരുപാട് പറയാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ടേബിളിലുള്ളത് പറയാം. വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, ഏരിയ, വോള്യം, ഡെൻസിറ്റി, പ്രഷർ, വർക്ക്, സർഫസ് ടെൻഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. സർഫസ് ടെൻഷൻ അല്ലേ? സർഫസ് ടെൻഷൻ എന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ്? ഡിറൈവ്ഡിൽ പെടുന്ന കാര്യങ്ങളാണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന, ഫണ്ടമെൻ്റലിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാം. അവരുടെ യൂണിറ്റൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എന്താ? വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷൻ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ എന്ന് എഴുതാം, സ്മോൾ ലെറ്റർ NEWTON. ന്യൂട്ടൺ ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തെന്താ? 4ാമത്തെ ഏരിയ. ഏരിയ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. വോള്യം മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പ്രഷർ എന്താണ്? അവിടെ എഴുതിയിട്ടുണ്ടാവും, നമുക്ക് യൂണിറ്റ് കാണാം. അതിന് വേറൊരു യൂണിറ്റ് ഒക്കെ ഉണ്ട്, പാസ്കൽ എന്നുള്ള യൂണിറ്റ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് യൂണിറ്റ് എഴുതിയത് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. പിന്നെന്താ? വർക്കിൻ്റെ യൂണിറ്റ് എന്താ വന്നേക്കണേ? അത് വർക്കിന് വേറെ യൂണിറ്റ് ഒക്കെ ഉണ്ട്, ജൂൾ. പക്ഷെ ഇവിടെ എഴുതിയത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് ആരുടെ യൂണിറ്റ്? വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ്. അവരുടെയൊക്കെ സിമ്പലുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എന്തായാലും പഠിച്ചു വയ്ക്കുക, 7 മറക്കാതെ പഠിച്ചു വയ്ക്കുക. 7 എന്തായാലും പഠിച്ചു വയ്ക്കുക. അതിൽ നിന്നാണ് ബാക്കിയുള്ള ഡിറൈവ് ഉണ്ടാക്കുക.
പിന്നെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികൾ, അത് നമ്മുടെ ആംഗിളാണ്. ആംഗിൾ എന്തുകൊണ്ടൊരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ മെഷേഴ്സ് ദ ഡയറക്ഷൻ എന്ന് പറയാം. ഡയറക്ഷൻ മെഷർ ചെയ്യാനായിട്ടാണ് ആംഗിളിന് നമ്മൾ യൂസ് ചെയ്യുക. ഡയറക്ഷൻ മെഷർ ചെയ്യാനായിട്ടാണ് ആര് യൂസ് ചെയ്യുക? ആംഗിളിന് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ശരിക്കും രണ്ട് തരത്തിലുള്ള ആംഗിൾസ് ഉണ്ട്. നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമൊന്നുമില്ല. അതിലൊരു ആംഗിൾ നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്നും അടുത്ത ആംഗിളിന് സോളിഡ് ആംഗിൾ എന്നും വിളിക്കും. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. അതിൽ പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റിനെ റേഡിയൻ RAD എന്നുള്ള സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോളിഡ് ആംഗിളിനെ സ്റ്റെറേഡിയൻ SR എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. സ്റ്റെറേഡിയനും റേഡിയനും. പ്ലെയിൻ ആംഗിൾ രണ്ട് ലൈനുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ രണ്ട് ലൈനുകൾ തമ്മിൽ ഉണ്ടാക്കുന്നതാണ് പ്ലെയിൻ ആംഗിൾ എന്നുണ്ടെങ്കിൽ, മൂന്ന് ആംഗിളുകളും ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ കിടന്നുണ്ടാക്കുന്നതാണ് ആര്? നമ്മുടെ സോളിഡ് ആംഗിൾ. ഇപ്പോൾ സർക്കിളിൻ്റെ ആംഗിൾ അത് പ്ലെയിൻ ആംഗിളാണ്. പക്ഷേ സ്പിയറിൻ്റെ ആംഗിൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, അത് സോളിഡ് ആംഗിളാണ്. ഓക്കെ, സോളിഡ് ആംഗിളാണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ കോർണറിലുള്ള ആംഗിൾ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആംഗിൾ എന്ന് പറയാം. പക്ഷെ ഒരു ക്യൂബിൻ്റെ കോർണറിലുള്ള ആംഗിൾ, റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അത് സോളിഡ് ആംഗിൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അവരുടെ യൂണിറ്റ് പഠിച്ചു വയ്ക്കുക, ഒപ്പം തന്നെ അവരുടെ സിമ്പൽ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കേസിലേക്ക് കിടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. യൂണിറ്റുകൾ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ് യൂണിറ്റ്സ്? സ്റ്റാൻഡേർഡ് റെഫറൻസസ് ആണ് അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അതൊരു ശരിക്കും പറഞ്ഞൊരു 4 ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SI സിസ്റ്റം, CGS സിസ്റ്റം, FPS സിസ്റ്റം, MKI സിസ്റ്റം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഴയ കാലം തൊട്ട് ഈ പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ കാലം വരെ നമ്മൾ സ്വീകരിച്ച് പോന്നിരിക്കുന്ന പലതരം സിസ്റ്റങ്ങളെയാണ് ഇത്തരത്തിലുള്ള ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ അംഗീകരിച്ച് പോന്നിരിക്കുന്നത് SI സിസ്റ്റത്തിനാണ്. അപ്പോൾ there are 4 types of അല്ലെങ്കിൽ 4 systems of units. They are SI system, CGS system, FPS system ആൻഡ് MKS സിസ്റ്റം. ഇനിയുണ്ട് അതിനകത്ത് MKSA സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു യൂണിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മതി, നമുക്ക് ഇത്രയൊക്കെ മതി, 4 പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണ് SI സിസ്റ്റം, എന്താണ് CGS സിസ്റ്റം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്താണെന്ന് നമ്മൾ നോക്കുക. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. നമ്മളതിൽ SI സിസ്റ്റം. അപ്പോൾ ഒരു സർക്കിളിൽ SI എഴുതിയിട്ടുണ്ട് അല്ലേ? ആ സർക്കിളിൽ ചുറ്റും എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളാണ്. അതിൽ SI അത് നടുക്ക് എടുക്കണു, മുകളിൽ എടുക്കുന്നത് ആരാണ്? കിലോഗ്രാം. കിലോഗ്രാം ആരുടെ SI യൂണിറ്റാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉള്ള മാസിൻ്റെ SI യൂണിറ്റാണ് കിലോഗ്രാം. ഓക്കെ, അടുത്തത് അതിൻ്റെ റൈറ്റ് സൈഡിൽ എടുക്കുന്നത് M എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണ്? മീറ്റർ. ലെങ്ത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. അടുത്തത് സെക്കൻഡ്, S എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? S ഫോർ സെക്കൻഡ്. സെക്കൻഡ് ടൈമിൻ്റെ SI യൂണിറ്റാണ്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ A എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആരുടെ യൂണിറ്റാണ്? ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റാണ്. അടുത്ത ക്യാപിറ്റൽ ലെറ്റർ K എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആരുടെ SI യൂണിറ്റാണ്? തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സിമ്പിളി പറയാം. അടുത്ത് മോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റാണ്. അടുത്തത് CD എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ SI യൂണിറ്റാണ്. ഇതെന്താ? ഈ ഓരോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആ ടേബിളിൽ നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വഴിയെ പറയാം. അതിനൊക്കെ മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റുകളിൽ FPS, MKS, CGS എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെയൊക്കെ ഒരു എക്സ്പാൻഷൻ കാണിച്ചു തരാം, എന്താ സംഭവം എന്നുള്ളത് കാണിച്ചു തരാം. FPS എന്ന് പറഞ്ഞാൽ എന്താണ്? F ഫോർ ഫുട്ട്, P ഫോർ പൗണ്ട്, S ഫോർ സെക്കൻഡ്. അപ്പോൾ FPS എന്ന് പറഞ്ഞാൽ ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്. എന്താ? ഫുട്ട് ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. പൗണ്ട് മാസിൻ്റെ യൂണിറ്റാണ്, പഴയ കാലത്ത് തന്നെ ഉപയോഗിച്ച് ഇപ്പോഴും ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ യൂണിറ്റ്. CGS സിസ്റ്റം എന്താ? C എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. G ഗ്രാം. ഗ്രാം എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റാണ്? മാസിൻ്റെ യൂണിറ്റാണ്. S അഗെയിൻ ടൈമിൻ്റെ യൂണിറ്റാണ്. അടുത്ത് MKSൽ M എന്ന് പറഞ്ഞാൽ ആരാ? മീറ്റർ. മീറ്റർ എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റാണ്? ലെങ്ത്തിൻ്റെ യൂണിറ്റ്. K എന്ന് പറഞ്ഞാൽ ആരാണ്? കിലോഗ്രാം. അതാരുടെ? മാസിൻ്റെ യൂണിറ്റ്. S അഗെയിൻ എന്തിനാണ്? ടൈം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം ഇന്നത്തെ ക്ലാസ്സുകളിൽ. ഇനി കൂടുതൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ചെയ്യാം. അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. എനിവേ, നിങ്ങൾ ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.